ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൊസ്റ്റാൾജിക് വിഭവമാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തക്കാളി ഫ്രൈ ആണ്. ഉള്ളി കൂടുതലിട്ടിട്ട് ഉള്ളി ഒരു 4 എണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ തക്കാളി ഒരു 2 എണ്ണം ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒരുപാട് മസാലയൊന്നും ഇടലില്ല. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക്, മുളക് ഇവ ഇട്ട് കടുക് വറക്കുന്ന പോലെ ആക്കിയെടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അമ്മ സാധാരണ ഇത് ഇടലില്ല കേട്ടോ. ഞാനിപ്പം പുതിയ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് ഇടുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവോളയും പച്ചമുളകും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു നീളത്തിൽ കട്ട് ചെയ്യണം, ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതിയാകും. പച്ചമുളക് ഇതുപോലെ കീറിയിട്ടാൽ മതി. ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല. ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനാവും. അപ്പോൾ ഞാൻ ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടി 1 സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇത് ചപ്പാത്തിക്കോ അപ്പത്തിനോ ഈവൻ ചോറിന് പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒരു 2 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആണ് കട്ട് ചെയ്തിട്ടുണ്ട്. 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഈ സമയത്ത് ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളാണ്. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി നന്നായിട്ടിടും. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ്. പക്ഷേ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അതിൽ എന്താ പറയുക, ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കാറുണ്ട്. ഞാനിതൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ചോറിന് പോലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്